ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ട്. വോട്ട് ചെയ്യാനായി അവിടേക്ക് എത്തിയതാണ് എന്ന് കരുതുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വോട്ട് ചെയ്ത ശേഷം ഒരുപക്ഷെ ഈ ഓർഡിനൻസ് വിഷയത്തിലൊക്കെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആറാം ഘട്ടത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് 2.5 മണിക്കൂർ പിന്നിട്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വോട്ട് ചെയ്യാനായി ദില്ലിയിൽ എത്തിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിലെ ആദ്യ മണിക്കൂറിൽ 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ 10.82% പോളിംഗ് രേഖപ്പെടുത്തിയത്. 58 മണ്ഡലങ്ങളിലെ 889 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2019 വിജയം ആവർത്തിക്കാമെന്ന് BJPയും മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാമെന്ന് ഇന്ത്യ മുന്നണിയും കണക്കുകൂട്ടുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. കനത്ത ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയായി ഇപ്പോഴും തുടരുന്നത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പമുണ്ട്. നോബൽ മാരിക്കാരൻ, കേരളത്തിന്റെ ഗവർണർ ഡൽഹിയിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ ഓർഡിനൻസിലടക്കം പ്രതീക്ഷിക്കുന്നുമുണ്ട്. വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു? കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വോട്ട് ചെയ്യാൻ വേണ്ടി ദില്ലിയിൽ എത്തിക്കുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ വോട്ട്. ന്യൂഡൽഹി മണ്ഡലത്തിലെ പോളിംഗ് ബൂത്ത് 67ലേക്കാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വോട്ട് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോയിരിക്കുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയത്. ഇനിയിപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്തതിനു ശേഷം മടങ്ങിയെത്തുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഓർഡിനൻസ് അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാക്കി നിയമപോരാട്ടം, സുപ്രീം കോടതിയിലേക്കുള്ള നിയമപോരാട്ടം അടക്കമുള്ള വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും നമ്മൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ശക്തമായ മത്സരമാണ് എന്താണെങ്കിലും ഈ ആറാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ 58 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. ഇതിൽ ഭൂരിഭാഗം മണ്ഡലങ്ങൾ 2019 BJPക്ക് ഒപ്പമായിരുന്നെങ്കിൽ പോലും അതിൽ പലയിടത്തും മാറ്റങ്ങൾ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ദില്ലിയിലും ഹരിയാനയിലും മുഴുവൻ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ദില്ലിയിലെ 7ഉം ഹരിയാനയിലെ 10 മണ്ഡലങ്ങളിലാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ പലയിടത്തും പോയപ്പോൾ വലിയ തിരക്ക് പലയിടത്തും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനുശേഷം പല ബൂത്തുകളിലേക്കും ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്ന കാഴ്ച, പ്രത്യേകിച്ച് നഗരപ്രദേശമാണെങ്കിൽ പോലും ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഹോസ്കാസ് എൻക്ലേവിലെ ഒരു ബൂത്തിലാണ്. ഇവിടുത്തെ 67 നമ്പർ ബൂത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വോട്ട് ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി ബാക്കി നടപടിക്രമങ്ങൾ അവിടെ പൂർത്തിയാക്കിയാണ്. എത്രയും വേഗം അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്ക് വരിക. വലിയ മത്സരം, പ്രത്യേകിച്ച് മണ്ഡലത്തിൽ പറയുകയാണെങ്കിൽ സുഷമ സ്വരാജിന്റെ മകൾ ബാൻസി സ്വരാജും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ സോമനാഥ് ഭാരതിയുമാണ് ഇവിടെ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. വലിയ പ്രതീക്ഷ രണ്ട് വിഭാഗവും വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് ന്യൂഡൽഹി മണ്ഡലം. ആ മണ്ഡലത്തിലാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ വോട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വോട്ടിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് വരാൻ പോവുകയാണ്. അവിടെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഗവർണർ പുറത്തേക്ക് വരുന്നത്.